ശ്രീ ടി ജി മോഹൻദാസ്, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അദാനിയുടെ അവിടുത്തെ നിക്ഷേപം നഷ്ടപ്പെടും, അങ്ങനെ പേടിച്ചിരിക്കുകയാണ് മോദി സർക്കാർ. അദാനിയുടെ ഫണ്ട് പിടിച്ചു വച്ചു ബംഗ്ലാദേശ് ഗവൺമെൻറ്, അതുകൊണ്ട് ഇടപെടാൻ മടിക്കുന്നു മോദി സർക്കാർ. കഷ്ടം തന്നെയാണല്ലേ സർ? ഈ അദാനിക്ക് ബംഗ്ലാദേശിൽ നിക്ഷേപമില്ല, പക്ഷേ അദാനിയുടെ പവറാണ്, അദാനിയുടെ പവർ കമ്പനി, അവരാണ് ബംഗ്ലാദേശിൻ്റെ മേജർ സപ്ലയേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ബംഗ്ലാദേശിൽ അട്ടിമറിയും ബഹളമായി കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിൻ്റെ കയ്യിൽ കാശില്ല കൊടുക്കാൻ. അദാനി പവർ സപ്ലൈ നിർത്തിവെക്കും എന്ന് പറഞ്ഞു. ബംഗ്ലാദേശ് പറഞ്ഞു നിർത്തിവെക്കരുത്, ഞങ്ങളിൽ കാശില്ലാഞ്ഞിട്ടാണ്. 75% ഇപ്പോഴും കുറച്ചിട്ടുണ്ട്, 25% ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. പ്ലസ് ബംഗ്ലാദേശിൻ്റെ സ്വന്തമായ ഇലക്ട്രിസിറ്റി, ഇതുമൊക്കെ ആയിട്ടാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ജീവിക്കുന്നത്. ബംഗ്ലാദേശിൽ ഭയങ്കരമായ വൈദ്യുതി ക്ഷാമമുണ്ട്. ഇത് നിക്ഷേപമൊന്നുമല്ല. ഇലക്ട്രിക് ഗ്രിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എവറിവെയർ ഇറ്റ് ഈസ് ഇന്റർ കണക്റ്റഡ്. രാജ്യങ്ങൾ തമ്മിൽ ഇന്റർനെറ്റ് പോലെയാണ് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ. നമുക്ക് പവർ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ പവർ വാങ്ങും. അവർക്ക് കുറവ് വന്നാൽ നമ്മുടെ നിന്ന് വാങ്ങും. പക്ഷേ പൈസ ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് കൊടുക്കാൻ ബംഗ്ലാദേശിന് സാധിക്കുന്നില്ല. അപ്പോൾ പവർ കമ്പനി എന്ത് ചെയ്യും? പവർ കമ്പനിക്ക് കാശില്ലാതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കുടിശ്ശിക കയറി വന്നു കഴിഞ്ഞപ്പോൾ പവർ കമ്പനി പറഞ്ഞു ഞങ്ങളിത് നിർത്തും എന്ന് പറഞ്ഞു. നിർത്തല്ലേ ചേട്ടാ, 25% തരണം എന്ന് പറഞ്ഞ് 25% ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കൊമേഴ്ഷ്യൽ ഓപ്പറേഷനാണ്. ഇതൊന്നും അല്ല പ്രശ്നം. ഈ പറഞ്ഞ കാര്യം സത്യവുമാണ്. അതിപ്പോഴില്ല, പണ്ട് മുതൽ നമ്മളുടെ വിഭജനം നടന്ന കാലത്ത് തന്നെയുള്ളതാണ്. ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് വേണം എന്നുള്ള ആശയം അതൊരു യൂറോപ്യൻ ആശയമാണ്. അതായത് ചിറ്റഗോങ് മേഖല, പിന്നെ മിസോറാം, മണിപ്പൂർ, ബംഗ്ലാദേശ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ്. അത് ആയില്ല. അത് ആവാനുള്ള ഒരു ശ്രമമായിരുന്നു ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അട്ടിമറി. അതിനാണ് അമേരിക്ക സെന്റ് മാർട്ടിൻ ഐലൻഡ് ചോദിച്ചത്. ഡീഗോ ഗാർഷ്യ കഴിഞ്ഞ് വടക്കോട്ട് അമേരിക്കയ്ക്ക് ഒരു ബേസ് ഇല്ല. എന്തിനാണ് അമേരിക്കയ്ക്ക് ബേസ്? അമേരിക്ക ലോകത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തിയാണ്, ലോകം നമ്പർ 1 ആണ്. എല്ലാ സ്ഥലത്തും എനിക്ക് എൻ്റെ ആൾക്കാരോ കപ്പൽപ്പടയോ താവളങ്ങളോ വേണം എന്നവർ ആഗ്രഹിക്കുന്നു. ഈ താവളങ്ങൾ ഈ ഏരിയയിലില്ല. ഡീഗോ ഗാർഷ്യയ്ക്ക് വടക്കോട്ട് ഇന്ത്യ, മ്യാൻമർ, ബംഗ്ലാദേശ്, ചൈന, ജപ്പാൻ, ഈ ഭാഗത്തേക്ക് അമേരിക്കയ്ക്ക് ഒരു താവളമില്ല. ജപ്പാൻ ബേസിക്കലി അമേരിക്കയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു രാജ്യമാണ്, പക്ഷെ താവളമില്ല. ഈ താവളത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക സെന്റ് മാർട്ടിൻ ഐലൻഡ് ചോദിച്ചതും ഷെയ്ഖ് ഹസീന കൊടുക്കില്ല എന്ന് പറഞ്ഞതും ഇല്ലാത്ത പ്രശ്നമുണ്ടാക്കി അവരെ അട്ടിമറിച്ചത്. വാസ്തവത്തിൽ ഇല്ലാത്ത പ്രശ്നം തന്നെയായിരുന്നു അത്. 71 ആൾക്കാർക്ക് സംവരണം കൊടുക്കുന്നത്. ആ സംവരണം നിർത്തിവെച്ച ആളാണ് ഷെയ്ഖ് ഹസീന. എന്നിട്ടും അവരാണത് കൊടുക്കുന്നത് എന്നുള്ള മട്ടിൽ സമരം ചെയ്യുക, അവരെ പുറത്താക്കുകയും ചെയ്തു. വാർ ഓഫ് നരേറ്റീവ്സ് അങ്ങനെയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്. CAA സമരത്തിലും അങ്ങനെയായിരുന്നു. പൗരത്വം കൊടുക്കാൻ പോകുന്ന സമരം പൗരത്വം എടുക്കാൻ പോകുന്ന സമരമായിട്ട് മാറ്റിയിട്ട് വൻ ബഹളം വെച്ചു. ഇതൊക്കെ നരേറ്റീവ്സിന്റെ കളിയാണ്, ഞാനത് മനസ്സിലാക്കുന്നു. ബട്ട് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ പട്ടാളക്കാർ പോയി വെടിവെക്കുന്നത് മാത്രമല്ല യുദ്ധം. പല രീതിയിലുള്ള യുദ്ധങ്ങളുണ്ട്. അതിപ്പോൾ സമയപരിധി കൊണ്ട് അതിൻ്റെ ടെക്നിക്സ് ഒക്കെ നമുക്ക് അതൊരു പക്ഷേ പട്ടാളക്കാർക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയാൻ പറ്റും. ബേസിക്കലി ഞാൻ പറയുന്നത് ഈ ക്ലാഷിൽ ഒരു വെറും കാഴ്ചക്കാരനായിട്ട് ഇന്ത്യക്ക് നിൽക്കാൻ പറ്റില്ല. ഭരണകൂടങ്ങളെ ഫോഴ്സ് ചെയ്യാൻ ജനങ്ങളും രംഗത്ത് എങ്കിലേ ഭരണകൂടം ഇറങ്ങുള്ളൂ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷേ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യമുണ്ടാകും. എതിർത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ വീക്കാവുകയും ചെയ്യും. നരേന്ദ്രമോദി ദൈവം തമ്പുരാനൊന്നുമല്ല, അദ്ദേഹം സാധാരണ മനുഷ്യനാണ്. സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എതിർക്കേണ്ട സമയത്ത് എതിർക്കണം. വളരെയധികം നന്ദി ശ്രീ മോഹൻദാസ്.